ചോദ്യം നമ്പർ 481 481 ശ്രീ പി ജെ ജോസഫ്, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കെയർ വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്ത് KSIDCയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജിന് രൂപം നൽകിയിട്ടില്ല. എന്നാൽ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി KSIDC സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ പിന്തുണച്ചു വരുന്നു. തുടക്കത്തിൽ സീഡ് ഫണ്ട് പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപ വരെ മൂലധന സഹായം ലഭ്യമാക്കുകയും ഒപ്പം തന്നെ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾക്ക് സ്ഥലം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്കെയിലപ്പിനായി സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം 1 കോടി രൂപ വരെ അനുവദിക്കുന്നുണ്ട്. KSIDC ഇതുവരെ കേരളത്തിലുടനീളം 165 സ്റ്റാർട്ടപ്പുകൾക്കായി 40.06 കോടി രൂപ സ്റ്റാർട്ടപ്പ് വായ്പയെ അനുവദിക്കുകയും അതിൽ 121 സ്റ്റാർട്ടപ്പുകൾക്ക് 24.48 കോടി രൂപ വായ്പ നൽകുകയും ചെയ്തു. ഈ സ്റ്റാർട്ടപ്പുകൾ 27 എണ്ണം അവരുടെ വായ്പ പൂർണ്ണമായും തിരിച്ചടയ്ക്കുകയും ചെയ്തു. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് KSIDC 2 വായ്പാ പദ്ധതികൾ, സീഡ് ഫണ്ട് അസിസ്റ്റൻസ്, സ്കെയിൽ അപ്പ് സപ്പോർട്ട്, ഈ 2 പദ്ധതികൾ KSIDCക്ക് ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഉത്തരത്തിൻ്റെ ഭാഗമാണ്. ഞാനത് മെച്ചപ്പെട്ടു. ശ്രീ പി ജെ ജോസഫ്. സർ, ഈ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ നിലവിൽ വന്നതിന് ശേഷം എത്ര എണ്ണം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വ്യവസായ വകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ട്? സർ, സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന സംവിധാനം ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഇത്തരം പിന്തുണയാണ് KSIDC നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. അങ്ങ് ചോദിച്ച ഇതിൽ മികച്ച സ്റ്റാർട്ടപ്പുകൾ, അതിൽ ഓപ്പൺ ഫിനാൻഷ്യൽ ടെക്നോളജീസ്, ഇത് ഇന്ത്യയിലെ 100ാമത്തെ യൂണിക്കോണായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആ രൂപത്തിലേക്ക് അത് വളരുകയുണ്ടായി. അതുപോലെ തന്നെ റോബോട്ടിക്സ് മേഖലയിലെ ജെൻ റോബോട്ടിക്സ്, ശാസ്ത്ര റോബോട്ടിക്സ്, ഇൻഗർ റോബോട്ടിക്സ്, ഐറോ എന്നീ കമ്പനികൾ ഈ മേഖലയിൽ നേട്ടം കൈവരിച്ച മുന്നേറ്റത്തിന് ദൃഷ്ടാന്തങ്ങളാണ്. പിന്നെ ഓയിൽ പൈപ്പ് ലൈനുകളിൽ ചോർച്ച കണ്ടെത്തുന്നതിന് ഒഴിവാക്കുന്നതിനുള്ള AI സാങ്കേതികവിദ്യ വികസിപ്പിച്ച ട്രാൻസ്മിയോ ലോകപ്രശസ്ത കമ്പനിയായ ഷെല്ലിൻ്റെ അംഗീകാരം നേടുകയുണ്ടായി. അതോടൊപ്പം തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഒരു പ്രശംസ പിടിച്ച ഒരു ഇൻട്രവെൽ, അത് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടപ്പായി ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുകൂടാതെ എൻട്രി, എഡ്യൂപോർട്ട്, ഇവയെല്ലാം ടെക് മേഖലയ്ക്കകത്ത് മികച്ച സ്റ്റാർട്ടപ്പുകളാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും കാനഡയുടെയും പാടശേഖരങ്ങളിൽ കീടനാശിനി തെളിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ വികസിപ്പിച്ച് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ് ഫ്യൂസ് ലോയ് എന്നാണ് ആ സ്റ്റാർട്ടപ്പിൻ്റെ പേര്. ഇന്ത്യയിൽ ആദ്യത്തെ DGCA അംഗീകൃത അഗ്രി ടെക് ഡ്രോണിൻ്റെ നിർമ്മാതാക്കളാണ് ഇവർ. ഹിറ്റാച്ചി പോലുള്ള ജപ്പാനീസ് കമ്പനികളും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെമി കണ്ടക്ടർ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പുതിയ മേഖലയാണല്ലോ. അവിടെ നേത്ര സെമി, സിലിസിയം സർക്യൂട്ട് എന്നിവ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്മുടെ സ്റ്റാർട്ടപ്പുകളാണ്. AVGC മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂഷൺ അനിമേഷൻ, ടിൽറ്റ് ലാബ്, അതുപോലെ ബ്രഹ്മയുഗം സിനിമയുടെ VFX ചെയ്തത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ്. UNO-ENS എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഇതുകൂടാതെ ആരോഗ്യരംഗത്ത് മൈകെയർ എന്ന കമ്പനി എറണാകുളത്ത് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് സംവിധാനമാണ്. ലോകപ്രശസ്ത ഡെൻ്റൽ ഇംപ്ലാന്റ് നിർമ്മാതാക്കളായ സ്ട്രോമാൻ ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയിട്ടുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പാണ് കെയർ സ്റ്റോക്ക് എന്നുള്ളത്. ഇതുകൂടാതെ ആൽഗയിൽ നിന്ന് ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ കാർബൺ ന്യൂട്രാലിറ്റി അത് എത്തിക്കുന്നതിന് വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ വികസിപ്പിച്ച സാറ ബയോടെക്, അത് പത്തനംതിട്ട വെച്ചുച്ചിറയിലാണ് ആ സ്റ്റാർട്ടപ്പ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഒട്ടനവധി പേറ്റന്റുകളുമായി IoT രംഗത്ത് പ്രവർത്തിക്കുന്ന ഇൻട്രോട്ട് ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തെ സേവനദാതാക്കളായ സി ഇലക്ട്രിക് ചാർജ്, മോഡ്, ഇങ്ങനെയുള്ള കമ്പനികളും AI സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രീ മാജിക്, ക്ലൂ ട്രാക്ക്, സാപ്പിഫയർ എന്നീ കമ്പനികളും അടുത്തിടെ 15 കോടി രൂപ ഫണ്ടിൽ നിന്ന് നിക്ഷേപം ലഭിക്കാൻ അർഹതയായ കമ്പനികളാണ്. ഇൻഷുറൻസ് മേഖലയിൽ ഫിൻസാൽ, ടെലിമെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ഡോക്, ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന സാംസ്കൻ, ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന അസൂക്ക് ഇന്നവേഷൻസ്, ഇന്ത്യയിലെ തുറമുഖങ്ങളിലെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡോക്ടർ വിഷൻ, ഇവയെല്ലാം തന്നെ കേരളത്തിലെ മികച്ച സ്റ്റാർട്ടപ്പുകളുടെ ഉദാഹരണങ്ങളാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പുകളിൽ 51.6 കോടി രൂപ മുടക്കിയതിന് ഇന്നത്തെ വിപണി മൂല്യം 166 കോടി രൂപയാണ്. നിക്ഷേപിച്ച മൂലധനത്തിൻ്റെ 3.79 ഇരട്ടി വളർച്ചയാണ് കാണിക്കുന്നത്. ഇത് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ കൈവരിച്ച നേട്ടങ്ങളുടെ തെളിവായിട്ട് കണക്കാക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വിറ്റഴിക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതിന് മറുപടി പറഞ്ഞില്ല, അതുകൂടി ഉൾപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾക്കായി സ്റ്റാർട്ടപ്പ് നയം സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് സംരംഭകരെ കണ്ടെത്താനും അവർക്കായി സംരംഭകത കോഴ്സും തുടങ്ങുന്ന കാര്യം പരിഗണിക്കുന്നു. സാർ, മാർക്കറ്റിങ്ങിനായിട്ട് നമ്മുടെ പ്രൊക്യൂർമെൻറ്റിലെല്ലാം തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകമായ പരിഗണനയും PQ കണ്ടീഷനകത്ത് ആവശ്യമായ ഇളവുകളും നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നെറ്റ്വർക്കിങ്ങിനകത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകം പരിഗണന നൽകുന്നുണ്ട്. അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഈ മേഖലയ്ക്കകത്ത് നന്നായി തന്നെ ഇപ്പോൾ ഇടപെടുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ കീഴിലും സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ, നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യം മറ്റെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേരള സാങ്കേതിക സർവകലാശാല ഇപ്പോൾ സിലബസ് അവരുടെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ സംരംഭകത്വവും ഇത്തരം കാര്യങ്ങളും ആ സിലബസിൻ്റെ തന്നെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അവൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വകുപ്പുകളും ചേർന്ന് സ്റ്റാർട്ടപ്പ് സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ടാലൻ്റ് ഉള്ളവരാണ്. ആ ടാലൻ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വിജ്ഞാന അധിഷ്ഠിത വ്യവസായങ്ങളുടെ കാര്യത്തിൽ മുന്നേറാൻ ഈ സംവിധാനം സഹായകരമാകും ാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ മോൻസ് ജോസഫ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ ഈ രംഗത്തുള്ള പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഗവൺമെൻറ് ശ്രമിക്കുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. സർ, സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത് ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ്. സർ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ കമ്പനികൾ ഇതിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് വരാൻ കഴിയുന്നത്, അതേക്കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടോ? സർ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ കോളേജ് നമുക്ക് കേരളത്തിലില്ല. അങ്ങ് പറഞ്ഞ ഇത്രയേറെ പുരോഗതികൾ നമ്മൾ കൈവരിക്കുമ്പോഴും ടെക്സ്റ്റൈൽ ടെക്നോളജി രംഗത്ത് പഠിക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടി വരികയാണ്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരികയാണ്. സാർ, കേരളത്തിൽ തന്നെ സത്യത്തിൽ ഇത്രയും വളർച്ച കൈവരിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ബിടെക് പോലുള്ള കോഴ്സുകൾക്ക് പഠിക്കാൻ ബഹുമാനപ്പെട്ട പി ജോസഫ് സാറോട് ചോദിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പുതിയ സാധ്യതകൾ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഇപ്പോൾ കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ തന്നെ ഇന്നലെ ഞാൻ സബ്മിഷൻ ഉന്നയിച്ചു. അടച്ചുപൂട്ടി കിടക്കുകയാണ്, 25 ഏക്കറോളം സ്ഥലം നമുക്കുണ്ട്. അവിടെ അങ്ങനെയുള്ള കേരളത്തിൽ ഒരു ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ കോളേജ്, ബിടെക് കോഴ്സ് ഉൾപ്പെടെ പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ തുടങ്ങുന്നതിനുള്ള സാധ്യത ഗവൺമെന്റ് പരിശോധിക്കും. സാർ, ഒരു ഉപചോദ്യത്തിനകത്ത് 4 ചോദ്യങ്ങൾ വിദഗ്ധമായിട്ട് ബഹുമാന അംഗം വിളക്കി ചേർത്തിട്ടുണ്ട്. അതെല്ലാത്തിനും പറഞ്ഞ പൊതുവേ അദ്ദേഹം പറഞ്ഞ ഭാഗത്തിൽ ഈ ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ കോഴ്സുകൾ അത് എൻ്റെ ഇതിനകത്ത് വരുന്നതല്ലെങ്കിൽ പോലും നമ്മുടെ 22 പ്രയോറിറ്റി സെക്ടറിനകത്ത് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല വ്യവസായത്തിൽ. കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ കഴിയുന്ന സംരംഭങ്ങളായിരിക്കണം കേരളത്തിൽ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി വന്നാൽ അതിനകത്തൊരു 95% ചിലപ്പോൾ 98, 99 വരെ മൈഗ്രൻ്റ് ലേബറായിരിക്കും. നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഹൈ പെയ്ഡായിട്ടുള്ള തൊഴിൽ സാധ്യതകളാണ് കേരളത്തിലെ ചെറുപ്പത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 22 പ്രയോറിറ്റി സെക്ടറുകൾ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വ്യവസായ നയം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകമായ പരിഗണന നൽകുന്നുണ്ട്. ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും നമ്മളിപ്പോൾ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് സെപ്റ്റംബർ മാസത്തിൽ എല്ലാ പഞ്ചായത്തിലും സംരംഭക സഭ, നമ്മുടെ ഗ്രാമസഭ മോഡൽ തന്നെ സംരംഭക സഭ, ആ പഞ്ചായത്തിലുള്ള സംരംഭകരെല്ലാം തന്നെ ആ സഭയിൽ പങ്കെടുക്കുക. പഞ്ചായത്തും വ്യവസായ വകുപ്പും ചേർന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകൾ ഉദ്യോഗസ്ഥന്മാരും കൂടി ആ സഭയിൽ പങ്കെടുക്കുക. അപ്പോൾ സംരംഭകത്വത്തിന് ഒന്നുകൂടി ആത്മവിശ്വാസം നൽകാൻ സഹായകരമായിരിക്കും. അങ്ങ് പറഞ്ഞ പോലെ കോട്ടയം ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള ഇതിൽ ബാക്കി കിടക്കുന്ന സ്ഥലം നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ IT വ്യവസായങ്ങൾക്ക് AI, ജെൻ AI ഇങ്ങനെ പുതിയ തലമുറ വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതകൾക്ക് സ്ഥലം ലഭ്യത കുറവുണ്ട്. അത് പരിഹരിക്കുമെന്ന് ഇത്തരം സ്ഥലങ്ങൾ കൂടി വിനിയോഗിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. ശ്രീ അനൂപ് ജേക്കബ്. സാറ്, കേരളം സംരംഭക സൗഹാർദ്ദമാണ് എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുമ്പോഴും 2022-23, 23-24 സാമ്പത്തിക വർഷത്തിൽ 30,000-ഓളം പുതിയ സംരംഭകർ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് എന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? അത് ഒട്ടും ആശാസ്യമായൊരു കാര്യമല്ല. ഇതെന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്ക് തടയിടാനായിട്ട് എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സാർ, നമ്മുടെ രാജ്യത്ത് MSMEകളുടെ ഒരു മോർട്ടാലിറ്റി റേറ്റ് 30% ആദ്യ വർഷത്തെ. MSME തുടങ്ങിയാൽ ആദ്യ വർഷം തന്നെ 30% പൂട്ടിപ്പോകുന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഒരു മോർട്ടാലിറ്റി റേറ്റ്. കേരളത്തിൽ നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം സംരംഭക വർഷം നടത്തിയതിന് ശേഷം നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം തന്നെ നമ്മൾ ഇന്ത്യൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവാണ്. ഒരു പഞ്ചായത്തിൽ ഒരാളുണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് 20 ഡിവിഷൻ വാർഡിന് ഒരാൾ വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഈ സംരംഭങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജിയോ ടാഗിങ് നടത്തി. ഇതുകൂടാതെ ഒരു സർവേ നടത്തി. 15% നമ്മുടെ ആദ്യത്തെ വർഷം പൂട്ടിപ്പോയിട്ടുള്ളത്. അതിൽ തന്നെ 450ഓളം വരുന്ന സംരംഭങ്ങൾക്ക് ഈ സർവേയുടെയും ഇടപെടലിൻ്റെയും ഭാഗമായി ഒന്നുകൂടി നമുക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ സംരംഭങ്ങളും തുടങ്ങുന്നത് അതേപോലെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചില സംരംഭങ്ങൾ പലതിനെയും നേരിടും. അപ്പോൾ എന്തെല്ലാം കാരണങ്ങളുണ്ട് എന്നും ഞങ്ങൾ സർവേയിൽ നോക്കിയിട്ടുണ്ടായി. ചിലത് പെട്ടെന്ന് ബേക്കറി ആയിരിക്കും, ചില പ്രത്യേക ആളുകളായിരിക്കും. ആൾ പോകുമ്പോൾ ഈ ബേക്കറി അടയ്ക്കേണ്ടി വരും. ചിലത് മറ്റു രൂപത്തിലുള്ള എന്തെങ്കിലും പ്രാദേശികമായ ബുദ്ധിമുട്ടുകളായിരിക്കും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ബഹുമാനായ അംഗം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ പഞ്ചായത്തിൽ കൂടുതൽ സംരംഭങ്ങളാണ് വരുന്നത്, അത് നിയന്ത്രിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു മാറ്റം വേണമെന്നുള്ള
അല്ല, ഏത് സ്ഥാപനം വരുമ്പോഴും എല്ലാ കാറ്റഗറിയിലും വരുമ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായതായിട്ട് വരിക. എന്തായാലും നല്ല രീതിയിൽ തന്നെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നതിനുള്ള ഇടപെടൽ ഈ സംരംഭക സഭ കൂടി വരുമ്പോൾ അതിനകത്തും പഞ്ചായത്തുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും പിന്തുണ കുറേ കൂടി ലഭിക്കും. അത് തടയുന്നതിന് വേണ്ടി നമ്മൾ MSME ക്ലിനിക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു സംരംഭത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ലോകലക്ഷണങ്ങൾ കണ്ടാൽ, അത് ഫിനാൻസിലാകാം, ടെക്നിക്കലാകാം, മാർക്കറ്റിംഗ് ആകാം, മാനേജ്മെൻറ്റ് തരത്തിലാകാം, ലക്ഷണങ്ങൾ കണ്ടാൽ ഈ ക്ലിനിക്കിലേക്ക് പോകാം. അവിടെ നമ്മൾ പാനൽ ഓഫ് എക്സ്പെർട്സ് ഉണ്ട്, പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് ആ റെന്യൂമറേഷൻ ഗവൺമെൻറ് നൽകും. അങ്ങനെ ആവശ്യമായ അഡ്വൈസ് അവർ നൽകും. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, GST റിട്ടേൺസ് ഒക്കെ പലർക്കും തയ്യാറാക്കാൻ അറിയില്ല. അതിന് CA-ക്കാരുടെ പ്രൊഫഷണൽ സംഘടനയായ ICAയുമായി ചേർന്ന് എല്ലാ ജില്ലകളിലും സൗജന്യ ക്ലിനിക് ആദ്യത്തെ ഒരു വർഷം പൂർണ്ണമായി സൗജന്യമായി CA-ക്കാർ ഇതിനാവശ്യമായ സപ്പോർട്ട് നൽകും. അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പരമാവധി കുറയ്ക്കുന്നതിന് ഇനിയും സർക്കാർ ശ്രമിക്കുന്നതായിരിക്കും. ശ്രീ മാണി സി കാപ്പൻ. സംസ്ഥാനത്ത് KSIDCയുടെ നേതൃത്വത്തിൽ രൂപം നൽകുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജിൽ സംരംഭകർക്ക് KSIDC ലോണും സബ്സിഡിയും നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ടോ? സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്റ്റാർട്ടപ്പ് വില്ലേജ് KSIDC എന്ന രൂപത്തിൽ സംഘടിപ്പിക്കുന്നില്ല. പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്ക് നിരവധി തരത്തിലുള്ള പിന്തുണ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്കീമുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വ്യവസായ നയത്തിൻ്റെ ഭാഗമായി 18 പുതിയ ഇൻസെൻറ്റീവ് സ്കീമുകൾ, അതിൽ സ്കെയിൽ അപ്പ് ഇൻസെൻറ്റീവ് ഫോർ സ്റ്റാർട്ടപ്പ് എന്നൊരു സ്കീം സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി സ്കെയിലപ്പിന് കൂടുതൽ ഉന്നതിയിലേക്ക് പോകാനുള്ള പിന്തുണ സാമ്പത്തികമായിട്ട് നൽകുന്ന പദ്ധതിയുണ്ട്. വിദ്യാർത്ഥികളും യുവ സംരംഭകരുടെ നൂതനവും വ്യാപാരയോഗ്യവുമായ സംരംഭങ്ങൾ മിനിമം വൈബിൾ പ്രൊഡക്റ്റ് വികസിപ്പിച്ച് മാർക്കറ്റിൽ ഇറക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് അവരുടെ പദ്ധതികൾ വിപുലീകരിക്കാൻ, മാർക്കറ്റ് വികസിപ്പിക്കാൻ മാസ് പ്രൊഡക്ഷനും KSIDC ഈ സ്കെയിലപ്പ് സപ്പോർട്ട് നൽകുന്നുണ്ട്. അത് 1 കോടി രൂപ വരെയാണ് പരമാവധി ഇതിനു വേണ്ടി നൽകുന്നത്. ഇതുകൂടാതെ R&Dക്ക് വേണ്ടി സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയായ ഗവേഷണ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യൂണിറ്റുകൾക്ക് വ്യവസായ വകുപ്പിന് 20% KSIDC വഴി ധനസഹായം നൽകുന്നുണ്ട്. 1 കോടി രൂപ വരെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേഷൻ, ഈ സ്കീമിന് കീഴിൽ പേറ്റന്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, വ്യാപാരമുദ്ര, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ഇവ നേടിയെടുക്കാൻ ഭൗതിക സ്വത്തവകാശം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അതിന് ചെലവിൻ്റെ 50% വരെ പരമാവധി 30 ലക്ഷം രൂപ ഇപ്പോൾ നൽകുന്നുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ട്രേഡ് ഫെയറിലെല്ലാം ഇവർക്ക് പ്രദർശിപ്പിക്കാൻ ആവശ്യമായ പിന്തുണ, അതിന് സ്റ്റാളുകളുടെ ചാർജുകൾ 100% വരെ റീഇംബേഴ്സ്മെൻറ്റ് നൽകുന്നുണ്ട്. പിന്നെ ആക്സസ് ടു ഫിനാൻസ് ത്രൂ IPO റൂട്ട്, IPO വഴിയാണ് ഇതിൻ്റെ എല്ലാം മൂലധനങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അതിനു വേണ്ടി SME പ്ലാറ്റ്ഫോം വഴിയുള്ള ഫ്ലോട്ടിംഗ് പബ്ലിക് ഇഷ്യൂവിൻ്റെ ചെലവുകളുടെ 50% തുക 1 കോടി രൂപ വരെ ഗവൺമെൻറ് നൽകുന്നുണ്ട്. ശ്രീ A. രാജ. സാർ, പൊതുവിൽ IT സ്ഥാപനങ്ങൾക്കാണ് സ്റ്റാർട്ടപ്പ് മിഷൻ വഴി കൂടുതൽ സഹായങ്ങൾ നൽകുന്നതായി കാണുന്നത്. സാർ, IT ഇതര സ്ഥാപനങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് വഴി കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സാർ, ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന ഒരു ടെർമിനോൾ പുതുതായി വന്ന ഘട്ടത്തിൽ അതെല്ലാം തന്നെ IT റിലേറ്റഡായ കാര്യങ്ങളിലാണ് പരിമിതപ്പെട്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, എല്ലാ മേഖലയിലും സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഫിനാൻഷ്യൽ മേഖലയിലുണ്ട്, ഹെൽത്ത് മേഖലയിലുണ്ട്, മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ സഹായങ്ങളെല്ലാം തന്നെ IT ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കായിരുന്നു. എന്തെല്ലാം ആനുകൂല്യങ്ങളാണോ, സാമ്പത്തികമായ പിന്തുണ, മാർക്കറ്റിങ്ങിനുള്ള പിന്തുണ, എന്തെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങളാണോ നിലവിൽ IT അധിഷ്ഠിതമായ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്നത്, അതേ പിന്തുണ തന്നെ IT ഇതര സ്റ്റാർട്ടപ്പുകൾക്ക് നൽകാനുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശ്രീ PC വിഷ്ണുനാഥ്. സാറ്, കുണ്ടറയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ചുമതലയുള്ള വകുപ്പിൽ ടെക്നോ പാർക്കുണ്ട്. അതുപോലെ TKM എഞ്ചിനീയറിംഗ് കോളേജ് വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ISRO ചെയർമാൻ CE സോമനാഥ് അടക്കം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സിറാമിക്സ്, അലിൻഡ് പോലെയുള്ള വ്യവസായ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളുടെ എക്സസ് ലാൻഡ് ഒരുപാട് അവിടെയുണ്ട്. അപ്പോൾ ഈ ടെക്നോ പാർക്ക്, TKM എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ വകുപ്പിൻ്റെ സംരംഭങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ഇവിടെ നേരത്തെ മറുപടിയിൽ പറഞ്ഞതുപോലെ പ്രതിഭാശാലികളായ നൂതനമായ ആശയങ്ങളുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഈ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കുണ്ടറയിൽ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കും. സാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗം ഇല്ലാതെ കിടക്കുന്ന ഭൂമി വ്യവസായ ആവശ്യങ്ങളുടെ വിനിയോഗത്തിന് വേണ്ടി എടുക്കുക എന്നുള്ള കാഴ്ചപ്പാട് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതിൽ ആദ്യം വന്നൊരു പ്രശ്നം, അതിന് വായ്പ കിഫ്ബിയിൽ നിന്ന് ലഭിക്കുന്നതിന് 9% പലിശ
അവർ ഈടാക്കേണ്ടി വരുമ്പോൾ നമുക്ക് അതുകൂടി വാങ്ങിയിട്ട് ഇത് വൈബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് ബഹുമാന്യ ധനകാര്യ വകുപ്പ് മന്ത്രിയും അത് ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് ചർച്ച ചെയ്ത് എങ്ങനെയാണോ മറ്റു രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കേരളത്തിൽ ഭൂമി ലഭ്യതയാണ് വ്യവസായ വികസനത്തിനുള്ള പ്രധാനപ്പെട്ട തടസ്സമെന്നുള്ളത്. എന്നാൽ ലഭ്യമായ ഭൂമി ശാസ്ത്രീയമായി വിനിയോഗിക്കാൻ ഈ കാര്യങ്ങൾ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ IT വകുപ്പ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ടെക്നോ പാർക്ക് ടു കൊല്ലം IT കോറിഡോർ, കൊച്ചി ടു കൊരട്ടി, കൊച്ചി ടു ചേർത്തല, കോഴിക്കോട് ടു കണ്ണൂർ IT കോറിഡോറുകൾ. നമുക്ക് ആ മേഖലയിൽ ആവശ്യത്തിന് സ്ഥലമില്ല, വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വ്യവസായ വകുപ്പിൻ്റെ സ്ഥലവും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന കാര്യം പരിശോധിക്കുന്നത്. ശ്രീ പ്രമോദ് നാരായൺ. സർ, വിസ്മയിപ്പിക്കുന്ന ആശയങ്ങളുമായി കടന്നുവരുന്ന യുവ സംരംഭകരിൽ പലർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ USPs അനുസരിച്ചിട്ടുള്ള ഇഫക്റ്റീവ് ബ്രാൻഡിംഗ് സ്ട്രാറ്റജിയും റവന്യൂ ജനറേഷൻ്റെ കാര്യത്തിൽ സുസ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന ഫിനാൻഷ്യൽ മെൻറ്റർഷിപ്പും ഇല്ല എന്ന് തോന്നാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും ഫലപ്രദമായൊരു മെൻറ്റർഷിപ്പ് നൽകാൻ നടപടി സ്വീകരിക്കുമോ? യെസ് സർ, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ 7 വർഷം മുമ്പ് അവർ ഒരു ചെറിയ റോബോട്ടാണ് ഉണ്ടാക്കിയത്. കോഴിക്കോട് നൗഷാദും 2 അതിഥി തൊഴിലാളികളും മരണപ്പെട്ടപ്പോൾ റോബോട്ട് ഉണ്ടാക്കി. അന്ന് അവർ മുഖ്യമന്ത്രിയെ കണ്ടു. അങ്ങനെ ടെക്നോ പാർക്കിൽ ചെറിയൊരു സ്ഥലം അവർ കൊടുത്തു. അവരുടെ ഇപ്പോൾ ഇവിടുത്തെ കമ്പനിയിൽ തിരുവനന്തപുരത്ത് കിൻഫ പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ 400 പേർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അവരാണിപ്പോൾ കിംസ്, അമൃത, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെല്ലാം സ്ട്രോക്ക് വന്നവർ നടക്കാൻ സഹായിക്കുന്ന റോബോട്ട് വികസിപ്പിച്ചത്. അപ്പോൾ അവർക്ക് ഞാൻ അവരുടെ പാലക്കാട് കല്ലിടുന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഇവർക്ക് ഫണ്ട് ചെയ്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മുറിയിൽ ഈ കാർഡ്ബോർഡ് പെട്ടിക്ക് മുകളിലാണ് ഈ കുട്ടികൾ ഇരിക്കുന്നത്. പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുകയുണ്ടായി. അപ്പോൾ അത് സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട് KSIDC നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അവർക്ക് കിട്ടുന്നതിനും നമ്മുടെ സഹായത്തോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ പിന്തുണ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകണം എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. സ്റ്റാർട്ടപ്പ് വില്ലേജുകളുടെ രൂപകൽപ്പനയിൽ കുടുംബശ്രീയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നറിയാം. സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ നമുക്കിപ്പോൾ ആകെ കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജാണ്. അതിനോട് ചേർന്ന് ഒരു മേക്കർ വില്ലേജ് ഉണ്ട്. കുടുംബശ്രീ രംഗത്തും അവരും പുതിയ രൂപത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്പുകളുടെ മേഖലയ്ക്കകത്തുണ്ടോ എന്നുള്ളത് അവരുടെ വകുപ്പുമായി ആലോചിച്ചുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും ഈ സംവിധാനത്തിൻ്റെ സ്കീമുകളുടെ ഭാഗമായി നൽകുന്നതാണ്. ശ്രീ TJ വിനോദ്. സർ, KSIDCയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന വിവിധ പദ്ധതികൾ MSMEയുടേത് പോലും നടപ്പാക്കുന്നതിനാവശ്യമായ സ്റ്റാഫ് KSIDCയിൽ ഇല്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് പരിഹരിക്കാൻ ഗവൺമെൻറ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? KSIDCയിൽ നമുക്കിപ്പോൾ സ്റ്റാഫിന് അങ്ങനെ ഒരു ഷോർട്ടേജ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഉള്ള സ്റ്റാഫിനെ കുറേ കൂടി നന്നായി വിനിയോഗിക്കാനുള്ള രീതിയിലേക്ക് പോകണം. അവരെല്ലാം ടാർഗറ്റുകൾ കൊടുക്കണം. അവർ കുറച്ചുകൂടി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ സംവിധാനത്തിലേക്ക് വരണം എന്ന കാഴ്ചപ്പാടുകളാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇതുകൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ടീമിനെ ഇതുകൂടാതെ തന്നെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്നുണ്ട്. ഓരോ മേഖലയിൽ നമ്മൾ 22 പ്രയോറിറ്റി സെക്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ 10 മേഖലയ്ക്കകത്തുള്ള റൗണ്ട് ടേബിളുകൾ, അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വരെയുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ KSIDC ടീം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഉള്ള വിഭവശേഷിയെ നന്നായി വിനിയോഗിക്കുന്നത് കൂടാതെ ഓരോ മേഖലയിലും സവിശേഷമായ കഴിവുകളുള്ള ആളുകളെയും ഇത്തരം കാര്യങ്ങൾക്ക് താൽക്കാലികമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ VK പ്രശാന്ത്. സർ, നമ്മൾ സ്റ്റാർട്ടപ്പ് രംഗത്ത് ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ്. സർ, അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും IBMഉം സംയുക്തമായിട്ട് രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവിൻ്റെ സംഘടിപ്പിക്കുകയാണല്ലോ. സർ, അതിൻ്റെ ലക്ഷ്യങ്ങളിൽ വ്യവസായ രംഗത്തും സ്റ്റാർട്ടപ്പുകൾക്കും പ്രത്യേകമായും ലഭിക്കാൻ സാധ്യതയുള്ള അവസരങ്ങളെപ്പറ്റി അങ്ങ് വിശദമാക്കും. സർ, നമുക്ക് അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള കോൺക്ലേവാണ് ഈ 11-12 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്നത്. ജനറേറ്റീവ് AI ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു കോൺക്ലേവാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ട്രഡീഷണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കോൺക്ലേവുകളും കോൺഫറൻസുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ ജനറേറ്റീവ് ആയിട്ടുള്ള കുറേ കൂടി ഇമാജിനേറ്ററി ആയിട്ടുള്ള ഉൽപ്പന്നം നൽകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഈ Gen AI എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കോൺക്ലേവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ലോകോത്തര കമ്പനിയായ IBMുമായി ചേർന്നിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരു 1200 പ്രതിനിധികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ വെബ്സൈറ്റ് തുറന്ന് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ 3000-ലധികം രജിസ്ട്രേഷൻ വന്ന് IBMനും KSIDCക്കും അത് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അവനും ഇന്ന് സെലക്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ ലൈവ് സ്ട്രീം നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ സംവിധാനം നമ്മുടെ കോൺക്ലേവ് വരുന്നതോടുകൂടി വിദ്യാർത്ഥികൾ, റിസർച്ച് സ്കോളേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഒത്തുചേരുന്ന സംവിധാനം, ഗവൺമെൻറ് ഒഫീഷ്യൽസും ചേർന്ന് ആ 2 ദിവസം ലോകോത്തര പ്രതിഭകൾ ഈ മേഖലയ്ക്കകത്തുള്ള ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം സംരംഭകരും വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കുതിച്ചുചാട്ടത്തിന് ഭാവിയിൽ കഴിയുന്നൊരു മേഖലയാണ് ഈ ന്യൂ ടെക്നോളജി.
ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ബിഗ് ഡാറ്റ അനാലിസിസ്, റോബോട്ടിക്സ്, ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി അധിഷ്ഠിതമായ വ്യവസായങ്ങൾ, അധികം സ്ഥലം വേണ്ട, പൊല്യൂഷൻ വേണ്ട, നമ്മുടെ മാനവ വിഭവശേഷി ഉപയോഗിക്കാൻ കഴിയും, ഉയർന്ന ശമ്പളം കിട്ടുന്നതാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു കുതിപ്പിന് ഈ കോൺക്ലേവ് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ സജീവ് ജോസഫ്. സാറ്, സ്റ്റാർട്ടപ്പുകൾക്കും അതുപോലെ എൻ്റർപ്രണർഷിപ്പിനും പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള കോമൺ വർക്ക് സ്പേസ്, അത് പുതിയൊരു ട്രെൻഡായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കോമൺ വർക്ക് സ്പേസ് പരമാവധി സ്ഥലങ്ങളിൽ അനുവദിക്കാനും സർക്കാരിൻ്റെ സപ്പോർട്ട് ലഭ്യമാക്കുമെന്നും പറഞ്ഞിരുന്നു. സർ, അത് സംബന്ധിച്ച് തുടർ നടപടികളുണ്ടോ? അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയും. സാർ, ഇപ്പോൾ തന്നെ നേരത്തെ പ്രധാന ഉത്തരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, KSIDCയിൽ തന്നെ ബിസിനസ് സെൻ്ററുകൾ ഇതിനാവശ്യമായ സൗകര്യം നൽകുന്നുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള കോമൺ വർക്ക് സ്പേസ് എന്നുള്ള ഒരു രീതിയിൽ സ്വകാര്യ മേഖലയിൽ കുറേയേറെ സീറ്റുകൾ, നമുക്കിപ്പോൾ സ്ഥലം ലഭ്യമല്ല, അതുകൊണ്ട് പലരും ഇത്തരത്തിലുള്ള സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേക ടവറുകളിൽ, ബിൽഡിങ്ങുകളിൽ. അതിനകത്തും സർക്കാർ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുമെന്ന്. ശ്രീ കെ വിജയൻ. മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് എന്ന ആശയത്തിന് പ്രോത്സാഹനം നൽകാനും കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നതിനും KSIDC മുഖേന എന്തൊക്കെയാണ് ചെയ്യുന്നത്? മെയ്ഡ് ഇൻ കേരള എന്ന പദ്ധതി കഴിഞ്ഞ ബജറ്റിനകത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ മറ്റു നടപടികളിലേക്ക് പോകുന്നുള്ളൂ. എങ്കിൽ പോലും കേരള ബ്രാൻഡ് വ്യവസായ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുൻപിൽ കേരളത്തിന് പ്രത്യേകമായ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് സഹായകരമായി ഉപയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടമായി ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ആദ്യത്തെ പ്രോട്ടോകോൾ. എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് പ്രധാനമായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഔദ്യോഗികമായി ആവശ്യമായത്, ആ സർട്ടിഫിക്കറ്റിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ട്രാൻസ്പെറൻ്റായിട്ട് എല്ലാവർക്കും ലഭ്യമാണ്. ആ ക്രൈറ്റീരിയ കൂടി നോക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി ഈ കേരള ബ്രാൻഡ് എന്നുള്ളത്, ഈ നന്മ എന്നൊരു ലോഗോ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ ബ്രാൻഡ് ഹോളോഗ്രാമിനകത്ത് ആ ബ്രാൻഡ് ഇവർക്ക് നൽകുകയാണ്. അപ്പോൾ ആദ്യത്തെ വെളിച്ചെണ്ണയ്ക്കാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ വന്ന അപേക്ഷകളെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ, ബാക്കി ഓരോ ഘട്ടമായി ഓരോ ഉൽപ്പന്നങ്ങൾക്കും. അപ്പോൾ നോക്കുമ്പോൾ കേരള ബ്രാൻഡ് ഗവൺമെൻറ് സർട്ടിഫൈഡ് ആണ്, സേഫ് ടു ഈറ്റ്, കുറച്ചുകൂടി മാർക്കറ്റിൽ വാല്യൂ അഡീഷൻ കിട്ടും. അത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമുക്കത് സഹായകരമായിരിക്കും. ആ പദ്ധതി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശ്രീമതി ശാന്തകുമാരി. സർ, വ്യവസായങ്ങൾക്ക് പറ്റിയ സംസ്ഥാനമല്ല ഈ കേരളം എന്ന് പറഞ്ഞവരുടെ വായടപ്പിച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ ലോകത്തിലെ നമ്പർ 1 വ്യവസായ സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഈ കേരളത്തെ മാറ്റിയത് ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. സ്റ്റാർട്ടപ്പ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. സാർ, നമ്മുടെ കേരളം വ്യവസായ രംഗത്ത് നേരത്തെയും വല്ലാതെ പുറകിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറേ കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലൊരു സംരംഭം അടഞ്ഞാൽ ലോകത്ത് അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ വെൻഷർ അമേരിക്കൻ കമ്പനി തുടങ്ങി, അതുപോലെ DSPS തുടങ്ങി, അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള വൻകിട വിദേശ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സഫ്രോൺ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ടാറ്റ എലക്സിയുടെ 65-70% ആളുകൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇതൊന്നും കേരളത്തിലേക്ക് എത്തില്ല. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു കമ്പനിയും ഇമ്മോർട്ടലായിട്ടില്ല. കമ്പനി തരും, ചിലത് അടച്ചു. ഇപ്പോൾ നോക്കിയ ഇപ്പോൾ എവിടെ, ബ്ലാക്ക്ബെറി ഇപ്പോൾ അവിടെ പോയി, ജെറ്റ് എയർവേസ് അവിടെ പോയി, കിങ്ഫിഷർ അവിടെ പോയി. ലോകത്തിൽ എത്രയോ കമ്പനികൾ പൂട്ടിയിട്ടുണ്ട്. നമ്മുടെ അവിടെ ചെറിയ പെട്ടിക്കട പൂട്ടിയാൽ തന്നെ അപ്പം തന്നെ അത് ലോകമാകെ എല്ലാ ഭാഷയിലേക്കും നമ്മുടെ ആളുകൾ തന്നെ എത്തിക്കും. വരുന്ന കാര്യങ്ങൾ എത്തിക്കൽ കുറവുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനകത്തൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളും കുറച്ചുകൂടി പോസിറ്റീവായി വ്യവസായ മേഖലയ്ക്കകത്ത് മാറ്റങ്ങൾ അവരും കുറച്ചുകൂടി നൽകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ്. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ 18, 19, 20 നമ്മൾ ടോപ്പ് പെർഫോമറായിരുന്നു. 22 വന്നപ്പോൾ ബെസ്റ്റ് പെർഫോമറായിട്ട് കേരളത്തെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ തെരഞ്ഞെടുക്കുന്നത് അഭിമാനകരമാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ അവലോകനം ചെയ്യുന്ന ആഗോള ഏജൻസി സ്റ്റാർട്ടപ്പ് ജിനോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2019 മുതൽ 21 വരെയുള്ള കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ 254% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്താണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ ഉണ്ടായത് എന്നത് ഏറെ അഭിമാനകരമാണ്. ഈ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ മൂല്യം $1.7 ബില്യൺ, അതായത് 14,181.47 കോടി രൂപയാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ മൂല്യം എന്നുള്ളത്. ചോദ്യം നമ്പർ 482 ശ്രീ ആന്റണി രാജു, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, നബാർഡിൻ്റെ
വാർഷിക പരിശോധനയുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിക്രമം മാത്രമാണ്. റേറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഈ റേറ്റിംഗ് വ്യത്യാസം 25 ലക്ഷത്തിലധികം വരുന്ന വ്യക്തിഗത വായ്പകളെ മാത്രമേ ബാധിക്കൂ. നിലവിൽ ഇത്തരം വായ്പകൾ ബാങ്കിൻ്റെ ആകെ വായ്പയുടെ 3% മാത്രമാണ്. ബാങ്ക് പ്രധാനമായും ലക്ഷ്യമിടുന്നത് MSME, ലോങ് ടേം അഗ്രികൾച്ചർ, സ്വർണ്ണപ്പണയ വായ്പ, ഭവന വായ്പ, സംഘം വായ്പകൾ എന്നിവയ്ക്കാണ്. ഇത്തരം വായ്പകൾക്ക് നബാർഡ് റേറ്റിംഗ് ബാധകമല്ലാത്തതിനാൽ ഇപ്പോഴുള്ള റേറ്റിംഗ് വ്യത്യാസം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നില്ല. 2023-24 സാമ്പത്തിക വർഷത്തിലെ കേരള ബാങ്കിൻ്റെ ലാഭം 209 ടേബിൾ ചെയ്താൽ കുറേ ചോദിക്കായിരുന്നു. ഓക്കെ, താങ്ക് യു. ശ്രീ ആന്റണി രാജു. സർ, കേരളത്തിലെ സാധാരണക്കാരുടെ സാമൂഹ്യ പുരോഗതിയിലും സാമ്പത്തികമായ വളർച്ചയിലും നിർണായകമായ പങ്കുവഹിച്ച മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് സംവിധാനം. സർ, ഒന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയ കേരള ബാങ്ക് അതിന് കൂടുതൽ കരുത്തും പകർന്നിട്ടുണ്ട്. സാർ, എൻ്റെ ചോദ്യം, സർ, കേരളത്തിലെ നമ്മുടെ സഹകരണ ബാങ്കുകൾ ഓൺലൈൻ ബാങ്കിംഗ് സേവന രംഗത്ത് മറ്റ് ബാങ്കുകളോടൊപ്പം ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അത് മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കും. അതോടൊപ്പം കേരള ബാങ്കിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കിയിട്ടുണ്ടോ? കേരള ബാങ്കിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കി കഴിഞ്ഞു സർ. RTGS, നെഫ്റ്റ്, IMPS, UPI, മൊബൈൽ ബാങ്കിംഗ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഈ സംവിധാനങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി പ്രൈമറി സംഘങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ കൂടി ഇപ്പോൾ അംഗീകാരം വാങ്ങിയിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ നമ്മുടെ സഹകരണ ബാങ്കുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ബോധപൂർവമായ നീക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആശങ്ക കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം പ്രവണതകളെ നേരിടാൻ സംസ്ഥാന ഗവൺമെൻറ് എന്ത് നടപടികൾ കൈക്കൊള്ളാനാണ് ആലോചിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രൂപം കൊടുത്തും നിധിക്ക് രൂപം കൊടുത്തും മുന്നോട്ട് വന്നപ്പോൾ അവർ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിയമപരമായി ഒപ്പം സഹകരണ മേഖലയെ സഹകാരികളെ എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജനാധിപത്യപരമായ പ്രതിഷേധ രൂപവും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ നമ്മൾ പ്രത്യേകമായി ഡിസ്പ്യൂട്ട് റേസ് ചെയ്തിട്ടുണ്ട്. ശ്രീ KU ജനീഷ് കുമാർ. സർ, ഗവൺമെൻറ്റിൻ്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഇടപാടുകാർക്ക് ഒരു ആശ്വാസമാണ്. ആ പദ്ധതി കേരള ബാങ്കിൽ ഇപ്പോൾ തുടരുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരിഗണനയിലുണ്ടോ എന്ന് വിശദമാണ്. 30/6/2024 വരെ അതുണ്ടായിരുന്നു സാർ. തുടർന്ന് ഭാവിയിൽ മുന്നോട്ട് ആലോചിക്കും. ശ്രീ KK രാമേന്ദ്രൻ. കേരള ബാങ്ക് 2023-24 സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപ സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനിൽ വൻ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയതായി അറിയാൻ കഴിഞ്ഞു. വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ചോദ്യം, ഈ സാമ്പത്തിക വർഷത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപ സമാഹരണത്തിലൂടെ എത്ര രൂപ സമാഹരിച്ചു എന്ന് വ്യക്തമാക്കാമോ? 1208 കോടി രൂപ സമാഹരിച്ചു സാർ. ശ്രീ ലത്തീഫ്. സാർ, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി നിയമപ്രകാരം ശരിയല്ലെന്ന് കാണിച്ച് MDC ഭരണസമിതിയെ പോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഹൈക്കോടതി വിധിക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സുപ്രീം കോടതിയുടെ ഒബ്സർവേഷനിലും ഇന്റർവ്യൂ ഓർഡറിലും നിർദ്ദേശിച്ച മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് നിലനിന്ന രീതിയിൽ തന്നെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന ഉത്തരവ് കേരള ബാങ്ക് പറയുന്നത് അങ്ങ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ലയിപ്പിച്ച നടപടി ശരിവെച്ചു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ആ കേസിൽ ഇപ്പോൾ കക്ഷി ചേർന്നിട്ടുണ്ട്. ശ്രീ PP സുമോദ്. കേരള ബാങ്ക് കാർഷിക അനുബന്ധ മേഖലയിൽ നൽകുന്ന വായ്പകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാകാമോ? അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, പാക്സസ്, MSC പദ്ധതികൾ പ്രകാരം ബാങ്ക് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് എത്ര വായ്പകൾ നൽകിയിട്ടുണ്ട്? ഈ പദ്ധതിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ടോ? ഇപ്പോൾ 105 സംഘങ്ങൾക്കായി 201 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് തുടങ്ങി. ഈ അടുത്ത കാലത്ത് 12 ടൺ വിദേശത്തേക്ക് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. അത് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീ പി ഉബൈദുള്ള. സർ, നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ജീവനക്കാർ. എന്നാൽ കേരള ബാങ്കിൽ ലയിച്ച 13 ജില്ലകളിലെ ജീവനക്കാർക്കും അതാത് സ്ഥാപനങ്ങളിൽ വരുന്ന റിട്ടയർമെൻറ്റിനനുസരിച്ച് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിലെ ജീവനക്കാർക്ക് മാത്രം
അർഹമായ പ്രമോഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല സർ. അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങളും അവർക്ക് അർഹമായ പ്രമോഷനും നൽകേണ്ടത് സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു സാമ്പത്തിക സ്ഥാപനത്തിലെ ജീവനക്കാർ സംതൃപ്തരാകണം സർ. അവരുടെ അർഹമായ പ്രമോഷൻ നൽകാൻ നടപടി സ്വീകരിക്കോ. അതോടൊപ്പം സർ ഒറ്റ ചോദ്യം പ്രമോഷൻ കിട്ടുമെന്നുള്ളല്ലേ, അത് ക്ലിയർ ആയല്ലോ സർ. സോഫ്റ്റ്വെയർ ഏകീകരിക്കാത്തതിനാൽ മറ്റ് 13 ജില്ലകളിൽ നൽകി വരുന്ന ആധുനിക സൗകര്യങ്ങൾ മലപ്പുറത്തെ ഇടപാടുകാർക്ക് നൽകാൻ കഴിയുന്നില്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കുമോ സർ? അത് സമയോചിതമായി മലപ്പുറം ബാങ്ക് ലയിക്കാതിരുന്നുകൊണ്ടാണ് മറ്റ് ബാങ്കുകൾക്ക് കിട്ടിയപ്പോൾ കിട്ടാതെ പോയത്. ഭാവിയിൽ നിങ്ങൾ കൂടി നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ലയിച്ചു കഴിഞ്ഞപ്പോൾ ആ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രൊമോഷൻ ഉണ്ടാകും. ശ്രീ GS ജയലാൽ. സർ, കേരള ബാങ്കിൻ്റെയും പ്രാഥമിക സംഘങ്ങളുടെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായിട്ട് നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്ന ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് പ്രോഡക്റ്റ് ഇന്നൊവേഷൻ സെല്ല് അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സർ. യെസ് മിനിസ്റ്റർ. നബാർഡിൻ്റെ സഹായത്തോടു കൂടി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോജക്റ്റുകളെല്ലാം ആരംഭിച്ചു. മറ്റത് ആരംഭിക്കുന്ന കാര്യം പരിഗണനയില്ല. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, നമ്മുടെ സംസ്ഥാനത്തെ സുശക്തമായ സഹകരണ വായ്പാ മേഖലയെ ദുർബലപ്പെടുത്തുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിൻ്റെ ഭാഗമായാണോ 22-23 സാമ്പത്തിക വർഷത്തെ ഇൻസ്പെക്ഷനിൽ തുടർന്ന കേരള ബാങ്കിൻ്റെ റേറ്റിംഗ് ബിയിൽ നിന്നും സിയിലേക്കാക്കി മാറ്റിയത് എന്ന സംശയം യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകാരി സമൂഹത്തിനിടയിൽ വന്നിട്ടുണ്ട്. സർ, ബാങ്കിൻ്റെ രൂപീകരണത്തിന് ശേഷം പുരോഗതി മാത്രമാണ് സർ ബാങ്കിനുണ്ടായിട്ടുള്ളത്. രൂപീകരണത്തിന് ശേഷമുള്ള 5 സാമ്പത്തിക വർഷങ്ങളിലും ബാങ്ക് അറ്റ ലാഭം നേടുകയുണ്ടായി. സർ, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേറെ വളർച്ച കൈവരിച്ച വളരെ ദൂരം മുന്നോട്ട് പോയ ഒരു ബാങ്കിനെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതായിട്ടുള്ള പരിശ്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സഹകാരി സമൂഹത്തെ ആകെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? സർ, RBI അല്ല സാർ ഈ കാര്യത്തിൽ റേറ്റിംഗ് താഴ്ത്തത് നബാർഡാണ്. നബാർഡിൻ്റെ റൊട്ടീൻ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അത് 2022-23 2023-24 വരുമ്പോഴേക്ക് അത് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ വൻ പുരോഗതിയാണ്. 209 കോടി രൂപ ലാഭമുണ്ട്. മറ്റ് കേന്ദ്രത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ യോജിച്ച നീക്കങ്ങൾ നടത്താൻ സഹകാരി സമൂഹം മുന്നോട്ട് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ സണ്ണി ജോസഫ്. സാറേ, പലവിധ കാരണങ്ങളാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഡെപ്പോസിറ്റർമാർക്ക് പണം മടക്കി കൊടുക്കാൻ കഴിയാത്ത സംഘങ്ങൾക്ക് കൺസോർഷ്യത്തിൽ നിന്നും ഡെപ്പോസിറ്റ് ഗ്യാരന്റ് സ്കീമിൽ നിന്നും പണം കൊടുക്കുന്നതായിട്ട് അറിയുന്നു. കുണ്ടലയ്ക്കും അതുപോലെ കരുവണ്ണൂരിനൊക്കെ കൊടുത്തു. ഇതിൻ്റെ മാനദണ്ഡം എന്താണ്? ഈ പ്രതിസന്ധി നേരിടുന്ന എല്ലാ സംഘങ്ങൾക്കും പ്രതിസന്ധിയുടെ ആനുപാതികമായിട്ടെങ്കിലും അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമോ? നിശ്ചയമായും പുതിയ ബില്ലിൽ അതിന് വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പിട്ട് ബില്ല് കിട്ടി. ഇപ്പോൾ അതിൻ്റെ ചട്ടം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലിക്വിഡേഷനിൽ പോകുന്ന സംഘങ്ങൾക്ക് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന നിക്ഷേപ ഗ്യാരണ്ടി സ്കീം അമെൻഡ് ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കാൻ സഹായിക്കുന്ന രൂപത്തിലേക്ക് 5 ലക്ഷം രൂപയ്ക്ക് ഇത് പരിധി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ എല്ലാ സംഘങ്ങളെയും സഹായിക്കാൻ കഴിയുന്നൊരു സാഹചര്യം സംജാതമാക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രേംകുമാർ. സർ, സഹകരണ വകുപ്പ് മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യുവ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സഹകരണ സംഘങ്ങൾ. അതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് വ്യക്തമാക്കാമോ? കേരളത്തിൽ 30ഓളം യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിൽ പല സംഘങ്ങളും ഇപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് മുതൽ IT വരെയുള്ള പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു. അതിലേറ്റവും നല്ലൊരു സംരംഭമായി കോട്ടയത്തെ ഈനാട് സഹകരണ സംഘം 3 വർഷം കൊണ്ട് അത് 68 ലക്ഷം രൂപ ലാഭത്തിലേക്ക് എത്തിയ ജീബിൻ ഉൽപ്പാദിപ്പിച്ച് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു വരുന്നു. അഭിമാനകരമായ പുരോഗതിയാണ് യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങൾക്കുള്ളത്. ശ്രീ നജീബ് കാന്തപുരം. സർ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള സംവിധാനങ്ങളും PPP മോഡലിലുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത്തരം പ്രോജക്റ്റുകളിൽ സഹായിക്കാൻ സഹകരണ വകുപ്പിന് സാധിക്കുമോ? അത്തരത്തിലുള്ള ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പുതിയ പ്രവർത്തനങ്ങളുമായി ബാങ്ക് മുന്നോട്ട് പോകുമ്പോൾ അത്തരം പ്രോജക്റ്റുകൾക്ക് സഹായിക്കാൻ തയ്യാറാവുമോ? ഓരോ പ്രോജക്റ്റിൻ്റെയും സ്വഭാവം പരിശോധിച്ച് ചെയ്യാം സാർ. ശ്രീ സലാം. സാർ, നാഷണലൈസ്ഡ് ബാങ്കുകൾ ഈ പല കാരണം പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാധാരണക്കാരെ സഹായിക്കാൻ കേരള ബാങ്ക് കൂടുതൽ വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമോ? പരിഗണിക്കാവുന്നതാണ് സാർ. ചോദ്യം നമ്പർ 483 ശ്രീ TP രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ആൻസർ ടേബിൾ ചെയ്താൽ മതിയായിരുന്നു. സർ, സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതമായ പല ഘടകങ്ങളാലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംസ്ഥാനം ധനഞ്ഞെരുക്കം നേരിടുന്നു എന്നൊരു വസ്തുതയാണ്.
പ്രകൃതി ദുരന്തങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തിയ മാറ്റം മൂലം സംസ്ഥാനത്തിന് നികുതി വിഹിതത്തിൽ വന്ന കുറവ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പങ്കിടൽ ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത്, സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയിമിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന കാരണമുയർത്തി കേന്ദ്ര ധന കൈമാറ്റത്തിൽ കുറവ് വരുത്തിയത്, GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത്, പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സംസ്ഥാന സർക്കാരിൻ്റെ കടമായി കണക്കെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ആകെ കടമെടുപ്പിൽ വെട്ടിക്കുറവ് വരുത്തുന്ന കേന്ദ്ര സർക്കാർ നിലപാട് എന്നിവ സംസ്ഥാനത്തെ ധനഞ്ഞെരുക്കത്തിലേക്ക് തള്ളിവിട്ട ഘടകങ്ങളാണ്. ഈ ഘട്ടത്തിലും സംസ്ഥാനത്ത് തനത് നികുതിയേതര വരുമാനത്തിൻ്റെ വളർച്ച കൈവരിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ഊന്നൽ നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നീതി ആയോഗിൻ്റെയും മാനവവിഭവ സൂചികകളിലും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലും സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് എടുത്തു പറയേണ്ടതാണ്. പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദേശീയ അഭിമാനം നിലനിർത്തുന്നതിൽ സംസ്ഥാനത്തിന് വിവിധ മേഖലകളിലെ സംഭാവന കൂടി കണക്കിലെടുത്തും സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ധനഞ്ഞെരുക്കം മറികടക്കുന്നതിനും കുറഞ്ഞത് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് 2024-25 മുതൽ 2 വർഷത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് കേന്ദ്ര ബഡ്ജറ്റിൽ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സർ ബി, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര സർക്കാർ സർ ബ്രാൻഡിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള അനുകൂലമായ തീരുമാനം കേന്ദ്രം എടുത്തിട്ടില്ല. സർ മറ്റ് കാര്യങ്ങൾ ഞാനിവിടെ ടേബിൾ ചെയ്യും. ശ്രീ TP രാമകൃഷ്ണൻ. സർ, കേരളത്തിൻ്റെ ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്കർഹമായ നികുതി വിഹിതം ലഭ്യമാവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. സർ, അർഹമായ നികുതി വിഹിതം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് സഹായകരമാകുന്നുണ്ടോ? ഈ പ്രശ്നത്തിൽ കേന്ദ്ര നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ, ഈ സാഹചര്യത്തിലും കേന്ദ്ര നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കുമോ? സാർ, ഒന്നാമത്തെ ചോദ്യം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് സാർ. കാരണം ഭരണമുന്നണിയും പ്രതിപക്ഷവും എന്ന നിലയിലേക്ക് ഇത്തരം കാര്യങ്ങളെ മാറി നിൽക്കാൻ പാടില്ല. അതിനകത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനിവിടുത്തെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രതിപക്ഷത്തെ നമ്മളെല്ലാവരും അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയും അവരെ ഇത്തരം കാര്യങ്ങളിൽ യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് ക്ഷണിച്ചെങ്കിലും അവരന്ന് സഹകരിക്കുകയുണ്ടായില്ല. അന്ന് പ്രതിപക്ഷ ഉപനേതാവ് തന്നെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ സമയത്തൊക്കെ ഇങ്ങനെ സഹകരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുക എന്ന് അദ്ദേഹം ചോദിച്ചതാണ്. അത് തന്നെയാണ് സാർ അതിൻ്റെ രാഷ്ട്രീയം. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സാർ, അതുകൊണ്ട് ഇനിയും നമുക്ക് യോജിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വലിയ തോതിൽ നമുക്ക് വന്നിട്ടുള്ള നഷ്ടം പ്രധാനമായും കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ കാരണമാണ് സാർ. അത് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ശരിയാണ്. ഇതിനകത്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട് സാർ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ സാർ, ഈ ടാക്സ് വരുമാനം, നികുതി വരുമാനം മാത്രം 56% വർദ്ധിച്ചു. നോൺ ടാക്സ് വരുമാനവും ടാക്സ് വരുമാനവും നികുതിയേതര വരുമാനം കൂടി നോക്കിയാൽ സാർ 3 വർഷം കൊണ്ട് 65% വർദ്ധിച്ചിട്ടുണ്ട് സാർ. വിവിധ മേഖലകളിൽ വരുമാനം വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കുന്നുണ്ടോ? ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിശദീകരിക്കാമോ? സാർ, ഈ ആൻസറിൽ വളരെ വിശദമായ ആ ഭാഗം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സാർ, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റേഷ്യോ ഉണ്ട്. സംസ്ഥാനം അതിനകത്ത് സാർ, നീതി ആയോഗ് നിലവിൽ വന്നതിന് ശേഷമാണ് സാർ വിവിധ മന്ത്രാലയങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെ ഉപഗ്രൂപ്പിൻ്റെയൊക്കെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ 2016 മുതൽ കോർ ഓഫ് ദ കോർ 90:10, കോർ 60:40, ഓപ്ഷണൽ 50:50 എന്നീ ഗണങ്ങളിലൊക്കെ പെടുത്തി പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. നേരത്തെ 75% വരെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ വേറെ വലിയ തോതിൽ കുറച്ചിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ വളരെയേറെ ചർച്ച ചെയ്ത ജലവിതരണവുമായി ബന്ധപ്പെട്ട വലിയ പദ്ധതികളിലൊക്കെ 50% മാത്രമാണ് സാർ. ഇങ്ങനെ സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന CSS സ്കീമിൽ വലിയ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. ആ വെട്ടിക്കുറവ് നല്ലതുപോലെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അതും മാത്രമല്ല സാർ, കഴിഞ്ഞ ഈ സഭയിൽ പല സമ്മേളനങ്ങളിലും പല ദിവസങ്ങളിലും ചർച്ച ചെയ്തതാണ് സാർ, ബ്രാൻഡിംഗ് എന്ന് പറയുന്നൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു സാർ. അപ്പോൾ അതിൻ്റെ പേരിൽ NHM-നും മാത്രം നമുക്ക് 1000-ഓളം കോടി രൂപ കിട്ടാൻ സാർ കഴിഞ്ഞ വർഷം ചിലവാക്കിയത്. അവിടെ മാത്രമല്ല, മറ്റു പല മേഖലകളിലും സാർ. അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികളിൽ
നമ്മൾ മഹാഭൂരിപക്ഷം 90-95% ചിലവാക്കുന്നിടത്ത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന നെയിം എഴുതി വെക്കണം, നെയിമിങ് വേണം, അല്ലെങ്കിൽ പിന്നെ അവരുടെ ബ്രാൻഡിങ് വേണം. സർ അതും കൂടാതെ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യാവുന്ന ക്യാപെക്സ് പദ്ധതികളുണ്ട് സർ. ആ ക്യാപെക്സ് പദ്ധതികൾക്കും പണം തരണമെങ്കിൽ നമുക്ക് അതിന് അനുവദിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 2000-ഓളം കോടി രൂപ നമ്മൾ എലിജിബിളായിരുന്നു. പക്ഷേ അതിലും ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ നമുക്ക് ക്യാപെക്സ് പദ്ധതികൾക്ക് പോലും തരാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സർ. ശ്രീ CH കുഞ്ഞമ്പു. സർ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ നിർവഹണം പലതും കേരളത്തിന് അനുയോജ്യമല്ല. എന്നിട്ട് നമ്മൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ചിലത് നമ്മൾ കേരളത്തിലേക്ക് നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ചെലവഴിച്ച തുകയുടെ കണക്ക് അവതരിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ കേന്ദ്രത്തിന് നൽകിയതിന് ശേഷമാണ് അവർ പണം റിലീസ് ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനെ കണക്കെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പണം കിട്ടാൻ എത്ര കുടിശ്ശികയായി അവശേഷിക്കുന്നുണ്ട് എന്നത് വ്യക്തമാക്കാമോ? മാത്രമല്ല, ബ്രാൻഡ്, പേര്, കളർ തുടങ്ങിയവരുടെ പേരിൽ ഇപ്പോൾ ഓരോന്ന് നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി കേന്ദ്രം പിന്മാറുമ്പോൾ അതെങ്ങനെയാണ് സ്കീമുകളെ ബാധിക്കുന്നത്? സാർ, വിശദമായ കണക്ക് ഓരോന്നിൻ്റെയും എടുത്ത് നോക്കേണ്ടി വരും. എങ്കിൽ പോലും ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് NHM അത് വലിയ തുകയാണ്, 1000 കോടിയോളമാണ്. സാർ, UGCയുടെ ആനുകൂല്യം കൊടുക്കുന്നതിന് തരാനുള്ളത് 750 കോടിയാണ്, തന്നിട്ടില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോഴും തന്നിട്ടില്ല. ഇത് കൂടാതെ ഇപ്പോൾ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും തുടങ്ങി വെച്ച് നമ്മളവിടെ ജീവനക്കാരെ വെക്കും. ഇപ്പോൾ സ്കൂൾ അധ്യാപകരുടെ ചില സ്പെഷ്യൽ ടീച്ചേഴ്സ് തുടങ്ങിയ മേഖലകളിൽ അവർക്ക് പിന്നെ പണം പെട്ടെന്ന് നിർത്തുകയാണ് സാർ. നമ്മളത് കൊടുക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ആശ, അംഗൻവാടി തുടങ്ങിയ മേഖലകളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട പണം തരുന്നില്ല സാർ. NHM വലിയ നമ്പറാണ് സാർ, വലിയ നമ്പർ ജീവനക്കാർ ഒക്കെ പണിയെടുക്കുന്നതാണ്. ഇതുപോലെ പല മേഖലയിലും പണം തരുന്നില്ല. അത് നമുക്ക് നിർത്തിക്കളയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാന പ്രശ്നമാണ് സാർ. അപ്പോൾ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കണക്ക് കൊടുക്കാത്ത പ്രശ്നം അല്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടല്ലേ പോലും നെല്ല് എടുക്കുന്ന പാടി, അതുപോലെ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് ഏകദേശം 1000 കോടി രൂപ കിട്ടാനുണ്ട് സാർ. റിക്കൺസിലിയേഷൻ്റെ ഒക്കെ പ്രശ്നം പറഞ്ഞ് അതിനകത്തൊക്കെ കുറേ റിക്കൺസിലിയേഷനും അക്കൗണ്ടും ഒക്കെ കൊടുത്തു സാർ. അതിനകത്തും വലിയ തുകയാണ് കിട്ടാതുള്ളത് സാർ. നമ്മൾ എന്നാലും നെൽകൃഷിക്കാർക്ക് ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിവിടെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ് സാർ. നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്, കണ്ടീഷൻസ് ചിലതുണ്ട്. ഇപ്പം നമുക്ക് ശുചിമുറി വേണം എല്ലാ വീട്ടിലും എന്ന് കേരളത്തിൽ പറഞ്ഞാൽ അതിന് പണം തരാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിൽ ടോയ്ലറ്റുകളില്ലാത്ത വീട് എത്രയാണ് ഉണ്ടാവുക? നമുക്ക് ഭവന പദ്ധതി അനുസരിച്ച് എന്ത് പറഞ്ഞാലും ഇനി വളരെ കുറച്ച് ആൾക്ക് വീട് കൊടുക്കാനുള്ളൂ സാർ, നമ്മുടെ ലൈഫ് പദ്ധതി പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇത് ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികൾ വന്നാൽ ഈ ലോകത്ത് തന്നെ ഇത്രയേറെ വീട് കൊടുത്ത ഒരു സ്ഥലമില്ല എന്ന് ഞാൻ ആധികാരികമായി പറയുകയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇനിയും കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്. 100 എണ്ണം കൊടുക്കുമ്പോൾ 2 പേർക്ക് കൊടുത്തില്ല, 10 പേർക്ക് കൊടുത്തില്ല, 20 പേർക്ക് കൊടുത്തില്ല എന്ന പ്രശ്നം കാണും. അത്രയും കൊടുത്തു എന്നുള്ളത് കേരളത്തിൽ 10-20,000 കോടി രൂപ ഈ കഴിഞ്ഞ 5-8 വർഷത്തിനിടയിൽ വീട് നിർമ്മിക്കാൻ കൊടുത്തൊരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ. ബാക്കി കണക്കെടുക്ക്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് ശുചിമുറി ഉണ്ടാക്കാൻ വേണ്ടി പണം തരാന്ന് പറഞ്ഞാൽ നമുക്ക് ശുചിമുറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ നിലയിൽ അല്ലെ ഒരു വീട്ടിൽ ഒരു ശുചിമുറി എന്നല്ല 2, 3, 4 ശുചിമുറിക്ക് പൈസ കിട്ടില്ലല്ലോ സാർ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അവരുടെ നോംസിലും യാർഡ് സ്റ്റിക്കുകളിലും. അതിന്റെ പ്രശ്നമുണ്ട് സാർ. ശ്രീ KD പ്രസേനൻ പ്ലീസ് പെട്ടെന്ന്. സാർ, ഇവിടെ മിനിസ്റ്ററുടെ മറുപടിയിൽ തന്നെ വ്യക്തമാണ് നമ്മൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ വിനയായി മാറുന്നുണ്ടോ എന്നതാണ് സംശയം. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും അവരൊരു 100 രൂപ തന്നാൽ നമ്മൾ 200 രൂപയുടെ ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന കുറ്റത്തിൽ തുടർ സാക്ഷരതയുടെ പ്രൊജക്റ്റ് അവർ നിർത്തലാക്കിയാണ്. സമ്പൂർണ്ണ വെളിയുടെ വിസർജന സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ശുചിത്വത്തിൻ്റെ വിഹിതം കുറയുകയാണ്. ഇത്തരത്തിലുള്ള കേന്ദ്ര നയങ്ങൾ മൂലമുള്ള ധനപ്രതിസന്ധി നേരിടാൻ ഇപ്പോൾ നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന നടപടികളെ സംബന്ധിച്ച് മിനിസ്റ്റർ. സാർ, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കഴിഞ്ഞ ധനകാര്യ മന്ത്രിമാരുടെ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിലും ഇതേ ആവശ്യം, പ്രത്യേകിച്ചും കേരളം മാത്രമല്ല സാർ, കുറേ സ്റ്റേറ്റുകളുണ്ട്, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, നമ്മൾ അവിടെ ആവശ്യപ്പെട്ടു നമുക്ക് ഈ നോംസ് മാറ്റണം സാർ. കാരണം നമുക്ക് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ എല്ലാം ഒരേപോലെ ഇതേപോലുള്ള സൗകര്യം വന്നതിന് ശേഷം നമുക്കിവിടെ അടുത്ത ഘട്ടം തരാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി തരണം സ്റ്റേറ്റുകൾക്ക്. അത് ശക്തമായ ആവശ്യം വരികയാണ്. ഇപ്പോൾ കൂടുതൽ ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ് BJP നേതൃത്വത്തിലാണെങ്കിലും അവർക്ക് നേരത്തെ ഉള്ളതുപോലെ എല്ലാം ഏകപക്ഷീയമായിട്ട് നടത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പ്രതിപക്ഷം വളരെ ശക്തമായിട്ടുണ്ട്. അവരുടെ മുന്നണി തന്നെയും ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്.
സാർ അതുകൊണ്ട് സ്റ്റേറ്റുകൾക്കൊരു ഫ്ലെക്സിബിലിറ്റി തരണം. കേരളത്തിന് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലങ്ങളാണ്. നമുക്ക് ഈ പറഞ്ഞ മിനിമം അടിസ്ഥാന സൗകര്യം വന്നു, അതിനടുത്ത ഘട്ടം ചെയ്യാൻ വേണ്ടി നമുക്ക് എലിജിബിളായ നികുതി വിഹിതത്തിൽ നിന്നും നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ഐ ബി സതീഷ്. സർ, നികുതി വിഹിതമായി ലഭ്യമാകുന്ന തുക കേന്ദ്ര സഹായമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വസ്തുതകൾ എന്താണ് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, കേന്ദ്ര വിഹിതം നമുക്ക് ഏറ്റവും അർഹമായ നികുതി വിഹിതം തരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം 10ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കുകൾ നമ്മൾ പറയുന്നതാണ് 3.92% ആയിരുന്നു, അതിപ്പോൾ 3.82% ആയിരുന്നു, അതിപ്പോൾ 1.9 ഉള്ളൂ. തൊട്ട് മുമ്പ് അത് 2.52% ആയിരുന്നു. അത്രയും കുറച്ചു. എല്ലാ മേഖലയിലും കുറയ്ക്കണം സാർ. കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 32,000-33,000 കോടി 3 വർഷം മുമ്പ് ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് ഗ്രാൻഡായി കിട്ടിയത് ഈ കഴിഞ്ഞ വർഷം 11,000 കോടിയാണ് സാർ. 22,000 കോടി കുറഞ്ഞു. ഇതെല്ലാം കുറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ ഭാഗമാണ് തരുന്നത്. ആ നികുതി തരുന്നത് എന്തോ കേരളത്തിന് പ്രത്യേക സഹായം ചെയ്യുന്നൊക്കെയുള്ള തരത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമുക്ക് കിട്ടാനുള്ളതും അർഹമായതുമായിട്ടുള്ള തുകയാണ് സാർ തരുന്നത്. അതിൽ തന്നെ അത് എത്രത്തോളം തരാനുമുണ്ട് സാർ. ശ്രീ ഡോക്ടർ എം കെ മുനീർ. സാറേ, ജലജീവൻ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര വിഹിതം, സംസ്ഥാന വിഹിതം, ഗുണഭോക്തൃ അതേപോലെ പഞ്ചായത്ത് വിഹിതങ്ങളാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ്. ചോദിക്കുമ്പോൾ പലരും പറയുന്നത് സംസ്ഥാനം വെക്കേണ്ട ആനുപാതികമായ വിഹിതം വെക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടോ കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കരാറുകാർക്ക് പൈസ കിട്ടുന്നില്ല. സർ, എന്താണ് വസ്തുത? കേന്ദ്രം നമുക്ക് തരാത്തതാണോ, നമ്മൾ വിഹിതം വെക്കാത്തതാണോ? അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ താല്പര്യമുണ്ട്. എല്ലാ റോഡും തരിപ്പണമായി കിടക്കണം. സാർ, ഇന്നലെ വളരെ വിശദമായി 1 മണിക്കൂറിലധികം 1.5 മണിക്കൂറോളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിനകത്ത് എന്തൊക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇല്ലായിരുന്നു തോന്നുന്നു. ഇന്നലെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം അതൊന്ന് നോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും സംസ്ഥാനത്തു നിന്ന് അതിൽ നിന്ന് പണം കൊടുക്കാത്തതല്ല. പ്രായോഗികമായ ചില കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ കൊടുക്കാത്തല്ല. അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മയെന്ന് ഞാൻ പറയണം, 55,000-ഓളം കിലോമീറ്റർ റോഡുകൾ പുനർനിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കി റോഡുകൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടേ പൂർത്തീകരിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തടസ്സമില്ല. വളരെ വിശദമായ ചർച്ച നടന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞു. ചോദ്യം നമ്പർ 484 ശ്രീ ടി ഐ മധുസൂദനൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ, വിശദമായ മറുപടിയാണ് ശ്രീ ടി ഐ മധുസൂദനൻ. സാർ, സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിന് നിലവിൽ സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിശദമാക്കണം. സാർ, നമ്മളിപ്പോൾ ഈ ട്രേഡിന് MSMEയുടെ ഡെഫിനേഷനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം വന്നതിന് ശേഷം ആ മേഖലയ്ക്കകത്ത് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ വ്യവസായ നയത്തിലും 2023 ചില്ലറ വ്യാപാര മേഖലയെ പ്രയോറിറ്റി സെക്ടറിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ സങ്കേതങ്ങളുടെ ഉയർന്ന ഉപയോഗമുള്ള കേരളം പോലെ ഉപഭോഗ സംസ്ഥാനത്ത് ചില്ലറ വിൽപ്പന മേഖലയുടെ വളർച്ചാ സാധ്യത അപാരമാണ്. എന്നാൽ പലതരം വെല്ലുവിളികളെയും ഈ മേഖല നേരിടുന്നുണ്ട്. MSME നിർവചനത്തിനകത്ത് ട്രേഡ് കൂടി വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും നൽകുന്ന എല്ലാവിധ സഹായങ്ങളും ട്രേഡിന് കൂടി ലഭ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങൾക്ക് PMEGP പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള സഹായം കൃത്യമായി ലഭ്യമാകുന്നില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വിശദമാക്കാം. സാർ, ബഹുമാനായ അംഗം ചോദിച്ചത് വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. നമുക്ക് PMEGP പദ്ധതി അതിനൊരു ഭൗതിക പരിശോധന നടത്തിയതിന് ശേഷമാണ് യൂണിയൻ ഗവൺമെൻറ് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നത്. അതിനുവേണ്ടി ഒരു ജെൻസിസ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഇവർ 2016-17 മുതൽ കാലാവധി പൂർത്തിയാക്കിയ യൂണിറ്റുകളുടെ ഈ പരിശോധന നടത്താത്തതുകൊണ്ട് സബ്സിഡി ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് ബാങ്ക് വായ്പയ്ക്കാണ് സബ്സിഡി. അതുകൊണ്ട് വായ്പ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട്. നമ്മൾ പലതവണ യൂണിയൻ സർക്കാരിൻ്റെയിലും ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22/1/2024 ഒരു താൽക്കാലിക പരിശോധന നടത്താനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു, KVICയെ കൂടി ചേർത്തിട്ട്. പക്ഷേ ആ സംവിധാനവും ഇതുവരെ 34 കേസുകൾ മാത്രമാണ് അവർക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ടാണ് ഇത് സർക്കാർ കാണുന്നത്. വീണ്ടും യൂണിയൻ ഗവൺമെൻറ് കത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ കാലാവധി അവസാനിച്ചതായും പോസ്റ്റൽ വകുപ്പിനെ ചുമതലപ്പെടുത്തുന്ന വിഷയം പരിശോധിച്ചു വരുന്നതുമായിട്ടാണ് ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ
വ്യാപാര മേഖലയ്ക്ക് ലഭ്യമാണോ സർ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ട്രേഡിന് MSMEകളുടെ നിർവചനത്തിനകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി നമ്മൾ നൽകുന്ന എല്ലാവിധ MSME ആനുകൂല്യങ്ങളും, അതിപ്പോൾ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമുണ്ട്, ഇൻഷുറൻസ് സ്കീമുണ്ട്, അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലുള്ള ഇന്ത്യൻസിൻ്റെ ഹാൻഡ് ഹോൾഡ് സർവീസ് ഉണ്ട്, ഫെസിലിറ്റേഷൻ സെൻ്ററുകളുണ്ട്, MSME ക്ലിനിക്കുകളുണ്ട്. ഈ എല്ലാവിധ സൗകര്യങ്ങളും ട്രേഡിന് കൂടി ലഭ്യമാണ്. ശ്രീ പി മമ്മിക്കുട്ടി. സർ, പുതിയ വ്യവസായ നയത്തിൽ വാണിജ്യ മേഖലക്ക് മതിയായ മുൻഗണന നൽകുന്നുണ്ടോ? സർ, നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിലെ പ്രയോറിറ്റി സെക്ടറുകൾ ഒന്ന് ട്രേഡാണ്. ഇത് കൂടാതെ അതിനനുസൃതമായിക്കൊണ്ട് നമ്മുടെ കോമേഴ്സ് മിഷൻ അത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാണിജ്യത്തിന് വേണ്ടി പ്രത്യേകം ഒരു മന്ത്രാലയം വേണമെന്ന ആവശ്യം ഈ വ്യാപാരി സംഘടനകൾ കുറേ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ രൂപത്തിൽ വന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഡയറക്ടറേറ്റിൽ വാണിജ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലും അതിനു വേണ്ടി പ്രത്യേകമായ സെക്ഷൻ നിലവിലുള്ള ആളുകളെ തന്നെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ PV ശ്രീനിജിൻ. സർ, നിരവധി മൾട്ടിനാഷണൽ കമ്പനികളാണ് വാണിജ്യരംഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു പുതിയ വാണിജ്യ നയത്തിന് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? വ്യക്തമാക്കാം. സർ, നമ്മളിപ്പോൾ വ്യവസായ നയത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള പുതിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ് വരുന്നു, അതോടൊപ്പം തന്നെ പുതിയ തരത്തിലുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ വരുന്നു, വലിയ മാളുകൾ വരുന്നു. ഇതെല്ലാം റീറ്റെയിൽ ട്രേഡിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ വാണിജ്യ നയം കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വിരുപ്പാക്കയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ല്, തൃശ്ശൂർ കോർപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ല്, നിലവിൽ അത് ലേ ഓഫിലാണ്. തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനും നിലവിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഉന്നതതലത്തിൽ മന്ത്രി പങ്കെടുത്തുകൊണ്ടൊരു യോഗം വിളിക്കുമോ? സ്പിന്നിംഗ് മില്ല് നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ വാണിജ്യ നയവുമായി ബന്ധപ്പെട്ടുള്ളതല്ലെങ്കിൽ പോലും അത് ഗൗരവമായ ഒരു പ്രശ്നമായതുകൊണ്ട് പലതവണ ഈ സഭയിൽ തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ 3,08,00,000 രൂപ തൃശ്ശൂർ സ്പിന്നിംഗ് മില്ലിന് അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 150-1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥലത്തിൽ തന്നെ വീണ്ടും പൊതുവായ ഈ പ്രശ്നത്തിന് പരിഹാരം, കോട്ടൻ്റെയും പരുത്തിയുടെയും വിലയിലെ വ്യത്യാസവും ഇതെല്ലാം ബന്ധപ്പെട്ടതിന് പരിഹാരം കാണാൻ കഴിയില്ല. തൃശ്ശൂർ സ്പിന്നിംഗ് മില്ലും സീതാറാം മില്ലും ഇത് രണ്ടും കൂടി എങ്ങനെ സംയോജിപ്പിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ടോ അതുകൂടി സർക്കാർ പരിശോധിക്കുന്നതായിരിക്കും. ചോദ്യം നമ്പർ 485 ശ്രീ CR മഹേഷ്, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം മന്ത്രി. ചോദ്യം CR മഹേഷ്. പെട്ടെന്ന് ചോദ്യം. സർ, കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് നബാർഡിൽ നിന്ന് ലഭിക്കുന്ന തുക സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വന്ന് ജില്ലാ സഹകരണ ബാങ്കിൽ കൊടുത്ത് വായ്പ നൽകുമ്പോൾ ഉണ്ടാകുന്ന അധിക പലിശ ഒഴിവാക്കി സാധാരണക്കാരൻ 6%-നും 7%-നും ഒക്കെ വായ്പ കൊടുക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ പലിശ കുറച്ചില്ല എന്ന് മാത്രമല്ല, പരമാവധി കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണുള്ളത്. സർക്കാർ അവകാശവാദം ഉന്നയിച്ചതുപോലെ 7% പലിശയ്ക്ക് സാധാരണക്കാർക്ക് ലോൺ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ നബാർഡിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1% പലിശ നിരക്കിൽ കിട്ടുന്ന പശ്ചാത്തല സൗകര്യത്തിനുള്ളതും കൊടുക്കുന്നുണ്ട്. 1500ഓളം വേക്കൻസികൾ നിലവിലുള്ളപ്പോൾ ഒഴിവുള്ള തസ്തികകളിൽ നിയമനങ്ങൾ നടത്താത്തത് മൂലം ബ്രാഞ്ച് ഇൻസ്പെക്ഷൻ നടത്താതിരുന്നതല്ലേ RBI ഗ്രേഡ് താഴാൻ ഒരു കാരണം എന്നത് വിശദമാക്കാം. അങ്ങയുടെ ധാരണ തെറ്റാണ്. RBI അല്ല ഗ്രേഡ് താഴ്ത്തിയത്, നബാർഡാണ്. അതുകൊണ്ട് ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരുന്നു എല്ലാ വേക്കൻസികളും ഫില്ല് ചെയ്യാൻ. സർ, ഈ കേരള ബാങ്കിൽ നിന്നും ലോൺ അടയ്ക്കാൻ കഴിയാത്ത ആളുകൾ മനഃപൂർവ്വമല്ല. ഒന്ന് കാർഷിക പ്രതിസന്ധി, 2 വന്യമൃഗശല്യം, 3 ക്യാൻസർ, കിഡ്നി, ഹാർട്ട് പോലുള്ള മാരകമായ അസുഖം പിടിവിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ലോൺ അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം. പിന്നെ മരണപ്പെട്ട കുടുംബങ്ങൾ, ക്യാൻസർ, ഹാർട്ട്, കിഡ്നി സംബന്ധമായി അത്തരം കുടുംബങ്ങളുടെ ലോണ് പലിശ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് മുതലടയ്ക്കാനുള്ള ഗഡുക്കളാക്കി അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് ആലോചിക്കും. ഈ 30/6/2024 വരെ വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് ഒട്ടനവധി ആശ്വാസകരമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. നല്ല രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി KK രമ. സർ, സംസ്ഥാന സഹകരണ ബാങ്കിനെയും ജില്ലാ ബാങ്കിനെയും ഒന്നിപ്പിച്ച് കേരള ബാങ്ക് ആക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നതാണോ ഈ ബാങ്കിങ്ങിൻ്റെ റേറ്റ് കുറയാൻ കാരണം? ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് സർക്കാർ കരുതുന്നുണ്ട്. കേരള സംസ്ഥാന ഗവൺമെൻറ്
ജില്ലാ ബാങ്കുകളിൽ ഏൽപ്പിച്ച് കേരള ബാങ്ക് ആക്കിയ തീരുമാനം അഭിമാനകരമായിരുന്നു. ഇതുവരെയുള്ള എല്ലാ വർഷവും അതിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ ലാഭകരമായിരുന്നു. ഈ വർഷം 209 കോടി രൂപ ലാഭത്തിലെത്തി, റെക്കോർഡ് ലാഭത്തിലായിരിക്കുന്നു. ഒപ്പം ഈ കാര്യത്തിൽ റേറ്റിംഗ് വന്നത് നബാർഡിൻ്റെ അക്കൗണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ NBA-യുടെയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അത് ഈ വർഷം പരിഹരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തായിരുന്നു ഈ കാര്യം സൂചിപ്പിച്ചത്. ശ്രീ എം വിൻസെന്റ്. സാർ, സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, ഉദാഹരണത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ വൺ ടൈം സെറ്റിൽമെൻറ്റ്, ഇതെല്ലാം മൂലം പ്രാഥമിക സംഘങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. അവരെ ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്ന പണത്തിന് അവർ പലിശ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ സ്കീമുകൾ സർക്കാർ സാമൂഹ്യ ഒബ്ലിഗേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ സ്കീമുകൾ നടപ്പിലാക്കുമ്പോൾ പ്രാഥമിക സംഘങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ? ഇക്കാര്യത്തിൽ കേരള ബാങ്കും പ്രൈമറി സംഘങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ട് ബിസിനസ്സുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ഓർഡർ. അടിയന്തര ചോദ്യം. ശ്രീ ടി ടൈസൺ മാസ്റ്റർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എയും ബിയും വിവിധ വകുപ്പുകളിലെ LD ക്ലാർക്ക് തസ്തികയിലേക്കുള്ള പരീക്ഷകൾ വിവിധ ഘട്ടങ്ങളായി നടത്തുവാൻ PSC നിശ്ചയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ ജൂലൈ 27-നും, കൊല്ലം, കണ്ണൂർ ജില്ലകളുടെ പരീക്ഷ ആഗസ്റ്റ് 17-നും, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷ ആഗസ്റ്റ് 31-നുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ സമർപ്പിക്കേണ്ട തീയതി 22/4/2024 മുതൽ 11/5/2024 വരെയും ആഗസ്റ്റ് മാസത്തിലെ പരീക്ഷയ്ക്കുള്ള കൺഫർമേഷൻ സമർപ്പിക്കേണ്ട തീയതി 23/5/2024 മുതൽ 11/6/2024 വരെയുമായിരുന്നു. പ്രസ്തുത കാലയളവിൽ ഓൺലൈൻ പോർട്ടലിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. 6 ജില്ലകളിലുമായി കൺഫർമേഷൻ നൽകിയവരുടെ വിവരം ഇപ്രകാരമാണ്: തിരുവനന്തപുരം 1,39,187, കൊല്ലം 82,256, കണ്ണൂർ 66,130, പത്തനംതിട്ട 38,636, തൃശ്ശൂർ 73,774, കാസർഗോഡ് 36,664. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി ആശ്വാസകരമാണ്. പോർട്ടലിൻ്റെ സാങ്കേതിക തകരാർ കാരണം കൺഫർമേഷൻ ചെയ്യാൻ കഴിയാത്തവരുടെ വിവരം ആക്ടിവിറ്റി ലോഗ് പരിശോധിച്ചാൽ അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി ഈ ലോഗ് പരിശോധിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? ഒപ്പം തെറ്റായ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ തിരുത്താൻ എന്ത് നടപടിയാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്നതെന്ന് വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു രീതി അതായി മാറിപ്പോയി. ഇനി അത് തിരുത്തിക്കാൻ വേണ്ടി തിരുത്തിക്കാനൊന്നും ഇപ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല. മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. അവരുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ വലിയ കോട്ടം തട്ടുകയാണ്. അതുകൊണ്ട് അവർ തന്നെ സ്വയമേവി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ് നന്നാവുക. ഇവിടെ ഈ പറയുന്ന കൺഫർമേഷൻ നൽകേണ്ട ഈ ജില്ലകളെടുത്താൽ അവർക്കാർക്കും ഇതിന് പ്രയാസമുണ്ടായിട്ടില്ല. ആ ഘട്ടത്തിൽ അവിടെ ഒരു സാങ്കേതിക തകരാറും ഉണ്ടായിട്ടുമില്ല.